Dear students, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസത്തിന്റെ ഓൾറെഡി ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് വെരി ബേസിക് ഇൻട്രൊഡക്ടറി കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്കറിയാം ഫണ്ടമെന്റൽ ഫോഴ്സസ് വിച്ച് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ നേച്ചർ, എക്സ്പീരിയൻസ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് 4 ഉണ്ട്. Okay, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. There are 4 fundamental forces in nature. Okay, so one is gravitational force. നമുക്കറിയാം gravitational force എന്താണെന്ന് അല്ലേ? ഒരു attraction between two massive objectനെ നമുക്ക് എന്താ പറയാം? We can define it as a gravitational force. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു സ്റ്റോൺ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ obviously it will be coming back. അതിന്റെ വെലോസിറ്റി എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും ചെറുതാണെങ്കിലാണ് തിരിച്ചു വരുള്ളൂ. അങ്ങനെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം ദർ ഇസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ സ്റ്റോൺ ആൻഡ് എർത്ത്. ഓക്കെ, സോ ദ സ്റ്റോൺ വിൽ ബി കമ്മിങ് ബാക്ക് ടു ദ എർത്ത്. ദ സെക്കൻഡ് വൺ ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ബിറ്റ്വീനുള്ള ഫോഴ്സിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് 2 എണ്ണം കേട്ടിട്ടുണ്ടായിരിക്കും. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതായത് ഒരു പാർട്ടിക്കിൾ ഡീകേ ചെയ്ത് വേറൊന്നായിട്ട് മാറുന്നു. So there is a force between these particles, that is a weak nuclear force, and the last one is a strong nuclear force. Strong nuclear force എന്ന് പറഞ്ഞാൽ all the fundamental particles, it is a binding force which is all the fundamental particles of a matter എന്താണ് ആ പാർട്ടിക്കിൾസിനെല്ലാം ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, weak nuclear force, electromagnetic force and strong nuclear force. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ്. ഒബ്വിയസ്ലി അത് തന്നെയാണ് കാര്യം. ഓഫ് കോഴ്സ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആൻഡ് അസോസിയേറ്റഡ് തിങ്സ്, അതാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഒരു ചാർജ് പാർട്ടിക്കിൾ ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ ഇലക്ട്രിസിറ്റി ആസ് വെൽ ആസ് മാഗ്നറ്റിസം. Okay, for example, suppose a charged particle is at rest. Initially, if it is at rest, so there will be a particular adine surrounding in a particular area adinte influence undaയിരിക്കും. Okay, ആ ഇൻഫ്ലുവൻസ്ഡ് ഏരിയനെയാണ് നമുക്ക് അതിന്റെ ഫീൽഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു വേറൊരു ചാർജ് പാർട്ടിക്കിൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, ദർ വിൽ ബി എ interaction, maybe attraction or repulsion between these two charges അല്ലേ? Depends on the nature of the charges. There will be an interaction between these charges. അതിനെയാണ് നമ്മൾ അതിന്റെ എന്താ പറയുക ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സംതിങ്, ആൻ ഒബ്ജെക്ട്, a charged particle, it causes motion in other particles. അതായത് ഫോഴ്സ് ദാറ്റ് കോസസ് മോഷൻ ഇൻ ദോസ് അതർ ഇന്ററാക്ടിങ് ഒബ്ജെക്ട്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പോസിറ്റീവ് ചാർജ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, suppose a negative charge is coming near to the positive charge, what will happen? There will be an attraction. Okay, so again our attraction കാരണം എന്താ പറയുക, the negative charge is coming close to the positive charge, so there will be a motion. So the force that causes motion in those other interacting object is the എന്താണ് ഇലക്ട്രിക് ഫോഴ്സ് ആസ് വെൽ ആസ് ദി മാഗ്നറ്റിക് ഫോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. സപ്പോസ് വി ഹാവ് എ ചാർജ് പാർട്ടിക്കിൾ, അതിന് ചുറ്റുമുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് സംഭവിക്കും? അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സിമിലർ, അതായത് സിംപ്ലി നമുക്കൊരു റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ നടുവിലൊരു ചെറിയ അതിന്റെ സെന്റർ മാർക്ക് ചെയ്തു. ആ സെന്റർ ആണ് നമ്മളുടെ ചാർജ് എന്ന് വെച്ചാൽ ആ സർക്കിൾ ആണ് അതിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഫീൽഡ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഫിസിക്കൽ ടച്ച് ഇല്ലാതെ എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, അതിന്റെ ഒരു ശരിക്കും അതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡ് ഈസ് എ വേ ടു എക്സ്പ്ലെയിൻ ഹൗ ഫോഴ്സ് ക്യാൻ ബി അപ്ലൈഡ് വിത്തൗട്ട് ഫിസിക്കൽ ടച്ച്. ഓക്കെ, അതായത് ഈ 2 ചാർജുകൾ തമ്മിൽ ടച്ച് ചെയ്താലല്ല എന്ത് സംഭവിക്കുക, അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുക. ഈ ചാർജിന്റെ ഈ സർക്കിളിന്റെ നടുവിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മളുടെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കും. ഓക്കെ, അത് ഈ 2 ചാർജ് പാർട്ടിക്കിൾസും തമ്മിൽ കോണ്ടാക്ട് ഇല്ലെങ്കിലും there will be something happening to the coming charge. Okay, so the region of space surrounding the body, again there is another explanation for the charges, the region of space surrounding the body, such as charged particles or magnet
within it can exert a force on the other. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു മാഗ്നറ്റ് വെച്ചിരിക്കുന്നതിന്റെ ഒരു നിയർ ബൈ ഇതിൽ നമ്മൾ കുറച്ച് അയൺ പൗഡർ കൊണ്ടുവന്നാൽ സംഭവിക്കും. അയൺ പൗഡർ ഈ മാഗ്നറ്റിനോട് അട്രാക്ട് ആവും അല്ലെ. അത് മാഗ്നറ്റും അയൺ പൗഡറും തമ്മിൽ കോൺടാക്ട് ഇല്ലെങ്കിലും there will be an interaction. Okay, that is known as field. അപ്പൊ ഈ ഫീൽഡും ഫോഴ്സും ഒക്കെ നമ്മൾ ഇതിൽ ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിലുള്ള വ്യത്യാസം? സിമ്പിൾ ആണ്, രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് അതിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്. ഒരു വെറുതെ ഒരു ചാർജ് റെസ്റ്റിലാന്ന് വിചാരിക്കാം. സപ്പോസ് വി ഹാവ് എ പോസിറ്റീവ് ചാർജ് which is at rest. Okay, so obviously surrounding the charge there will be a field. Okay, and associated with that charge there will be a force also. It again, any other charges coming near to this particular charge, there will be an interaction. Okay, that is electricity. Now magnetism, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു charge which is at rest, that is creating electric field and electric force. Suppose our charge is moving. Okay, suppose our charge is moving charge produce നെഗറ്റീവ് ചാർജിന്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോ എന്ന് വെച്ചാൽ മൂവ്മെന്റ്, അതിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് മൂവിംഗ് ചാർജസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വിച്ച് ഇസ് അറ്റ് സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, ദ മൂവിംഗ് ചാർജസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ചാർജസ് ഓൺലി പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മൂവിംഗ് ചാർജസ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ അതിൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ആദ്യം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ജിയോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ ജിയോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ തിയറീസ് എന്തായിരുന്നു വെച്ചാൽ എർത്തിന് കോറിനകത്ത്, അതായത് ദിസ് റീജിയൻ ഇസ് ദിസ് കോർ. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ റീജിയൻ. ദിസ് ഇസ് എർത്ത്സ് കോർ. Initially they believed that inside Earth's core, okay, inside Earth's core there is something like a magnet which is producing a magnetic field. അതായിരുന്നു ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്. പക്ഷേ later they discovered the temperature of the Earth's core. Okay, later they discovered the temperature of the Earth's core and they surprised to know that the temperature of the Earth's core is much higher than the melting point of iron. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഐസ് എടുത്തു, ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കൂടുതലുള്ള ടെമ്പറേച്ചറിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? ഐസ് മെൽറ്റായി വാട്ടറായി മാറും. സിമിലർലി അയേൺ എടുത്തിട്ട് നമ്മൾ ഈ കോറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അയേൺ എന്തായിട്ട് മാറും? അത് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, അപ്പൊ അവരുടെ തിയറി, ആദ്യത്തെ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഇസ് there is no such magnetism existing inside Earth's core. Okay, because the Earth's core temperature is much higher than the melting point of iron, so that theory was wrong. Then they came to a conclusion that there are lots of confusions in the theory of geomagnetism. Okay, then they came to the conclusion that maybe, or it is not maybe, the molten iron. Okay, I told you when iron is put into a temperature which is greater than its melting point, the iron will be melting into its liquid form, right? So the molten iron will be executing a convection motion. And the convection motion എന്ന് പറഞ്ഞാൽ it is എന്താണ്? മാറ്റർ ഇസ് ഓൾസോ മൂവിങ് അല്ലെ, അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ എക്സിക്യൂട്ടിങ് എ കൺവെക്ഷൻ മോഷൻ. ഡ്യൂ ടു ദ കൺവെക്ഷൻ മോഷൻ ഓഫ് ദിസ് മോൾട്ടൺ അയേൺസ് ഇൻസൈഡ് ദി എർത്ത്സ് കോർ ദർ വിൽ ബി എ സർക്കുലേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഈ അയൺ എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അപ്പോൾ അത് അയണൈസ്ഡ് ഫോമിലായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ വിൽ ബി എ കൺവെക്ഷൻ മോഷൻ ഓഫ് ദീസ് മോൾട്ടൺ അയൺ ഇൻസൈഡ് എർത്ത്സ് കോർ സിൻസ് ദ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. സോ ദർ വിൽ ബി എ circulating electric current as well as a magnetic field, and this magnetic field is known as Earth's geomagnetic field. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എർത്തിന് ഔട്ടർ മോസ്റ്റ് സ്പേസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് പറയുന്നത് ഇങ്ങനെയാണ്, എർത്ത് ഒരിക്കലും ഒരു സ്ഫിയർ ആയിട്ടല്ല കാണാം. എർത്തിനെ ശരിക്കും ഒരു കോമറ്റിന്റെ ഷേപ്പിലാണ് കാണാം. ആ കോമറ്റിന്റെ ഷേപ്പ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു സൈഡ് സണ്ണിന്റെ അടുത്തുള്ള സൈഡ് കോമറ്റിന്റെ ഹെഡായിട്ടും ഓപ്പോസിറ്റ് സൈഡ് കോമറ്റിന്റെ ടെയിലായിട്ടാണ് കാണുന്നത്. അത് വലിയ തിയറിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എർത്തിന്റെ കോറിൽ മോൾട്ടൺ അയൺ വിച്ച് ഇസ് എക്സിക്യൂട്ടിംഗ് കൺവെക്ഷൻ മോഷൻ ആൻഡ് സർക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറന്റ് ആസ് വെൽ ആസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ജനറേറ്റഡ്.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ എർത്തിന് ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എർത്തിന് ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ജിയോഗ്രാഫിക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആൻഡ് geographic north pole and south pole which are not parallel to each other. Okay, so there is a small angle between these axes. Okay, magnetic north and south and geographic north and south, there is an angle between these two axes which is known as declination. Okay, which is known as declination. There are other two parameters like Earth's horizon, inclination, അങ്ങനത്തെ കുറച്ച് parameters ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ജസ്റ്റ് എന്താണെന്ന് മാത്രം മതി. ഓക്കെ, അതുപോലെ തന്നെ എർത്തിന്റെ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഹൊറൈസൺ. ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഹെഡിനും അതായത് എർത്തിനെയും സ്കൈനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്കൈ ആൻഡ് നമ്മൾ നിൽക്കുന്ന എർത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇനി ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നിൽക്കുന്ന പെർട്ടിക്കുലർ സ്ഥലത്തെ മാഗ്നറ്റിക്, അതായത് നമ്മൾ നിൽക്കുന്ന ഓരോ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻ ദിസ് പിക്ചർ ഇറ്റ്സെൽഫ് യു കൻ സീ ദാറ്റ് Earth has a magnetic field. It has a north and south pole. So നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എർത്തിന്റെ ഹൊറൈസൺ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ശരിക്കും എന്താണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻക്ലിനേഷൻ, ഡിക്ലിനേഷൻ, ഹൊറൈസൺ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലോ ഡയഗ്രാം ആണ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് ബൈ ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ വയർ, സോളിനോയിഡ് ഓർ അയൺ കോർ, ബാർ ഓക്കെ, ഇത്രയും എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ജനറേറ്റഡ് ബൈ സിംപ്ലി ദ മൂവിംഗ് ചാർജസ്. ഓക്കെ, വിത്തൗട്ട് ദ മൂവിംഗ് ചാർജസ് ഇറ്റ് വിൽ നെവർ ബി ക്രിയേറ്റഡ്. ആൻഡ് വി നോ ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെ എന്താ പറയാ, മേ ബി ഇറ്റ് മേ അട്രാക്ട് ഓർ മേ റിപ്പൽ. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അതായത് മേ ബി നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മേ ബി ഇറ്റ് വിൽ അട്രാക്ട് ഓർ ഇറ്റ് മൈറ്റ് റിപ്പൽ. ദാറ്റ് ഫോഴ്സ് നെവർ ഡു എനി വർക്ക്. അങ്ങനെ പറഞ്ഞാൽ സപ്പോസ് നമ്മളുടെ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജിന്റെ കൈനറ്റിക് എനർജിക്ക് ഒരു വ്യത്യാസവും വരില്ല. ഓക്കെ, കൈനറ്റിക് എനർജി വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, ചാർജിന്റെ ഒരു മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരിക്കലും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവന്റെ കൈനറ്റിക് എനർജിക്ക് ഒരു വ്യത്യാസം വരില്ല. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഈ ചാർജിന്റെ the direction of motion will be affected by the field. Okay, the magnetic field മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫോഴ്സിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജിന്റെ direction of motion will be affected by the field strength. ആ ഫീൽഡിനനുസരിച്ചിട്ട് അതിന്റെ മോഷന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി we are going detail into what is magnetic field. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞു. It is a region of space surrounding a body. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഇതിനെ ചുറ്റും ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടല്ലേ, ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ആണ് അതിന്റെ ഈ പർട്ടിക്കുലർ റീജിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ വന്നിരിക്കാം. സോ ഒബ്വിയസ്ലി ദിസ് ചാർജ് പാർട്ടിക്കിൾ വിൽ ബി എക്സ്പീരിയൻസിങ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പർട്ടിക്കുലർ മാഗ്നറ്റ്. പക്ഷെ ഇതിന് പുറത്താണെങ്കിൽ ആ ഫീൽഡിന്റെ എഫക്റ്റ് കുറവായിരിക്കും. So the magnetic field, which is it is the space around a magnet or a current carrying conductor. ഒരു magnet കൊണ്ട് മാത്രമല്ല current produce ചെയ്യുക. ഒരു suppose we have a wire where the current is flowing through the wire, it is obviously producing a magnetic field. Okay, so the magnetic field is a space around the magnet or a current carrying conductor around which the magnetic effect can be experienced. ഞാനിവിടെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റീജിയണിലാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത്
ഒരിക്കലും എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിനകത്തേക്ക് ചാർജ് വന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, മേ ബി അട്രാക്ട് ഓർ റിപ്പൽ. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് okay, the magnetic field unit is Tesla. Okay, one Tesla, which is defined as the field intensity generating 1 Newton of force per ampere of current per meter of a conductor. That is the definition of Tesla. And the unit എന്ന് പറയുന്നത് kilogram per second square ampere ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സിമ്പൽ എന്ന് പറയുന്നത് ബി ആണ്, ക്യാപിറ്റൽ ലെറ്റർ ബി. ഓക്കെ, ഇനി എന്താണ് ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് സപ്പോസ് വി ഹാവ് ആൻ ആറ്റത്തിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് മൂവിങ്. ഓക്കെ, ഓൾസോ ഇറ്റ് ഇസ് സ്പിന്നിങ്. ഇതിന് മുമ്പത്തെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിന്റെ ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ എക്സിക്യൂട്ടിങ് ആൻ ഓർബിറ്റിംഗ് മോഷൻ ആസ് വെൽ ആസ് എ സ്പിന്നിങ് മോഷൻ. ഓക്കെ, ഇലക്ട്രോൺ ഇസ് എ ചാർജ് പാർട്ടിക്കിൾ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുമ്പോഴും അത് സ്പിൻ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, ദർ ഈസ് പ്രൊഡ്യൂസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ആ ഓർബിറ്റ് ചെയ്യുന്ന ഡയറക്ഷനെയും സ്പിൻ ചെയ്യുന്ന ഡയറക്ഷനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവുക. Okay, now the strength of the magnetic field. Strength of the magnetic field ആണ് നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണിത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി which is denoted by a capital letter B. Okay, അതെന്ന് പറയുന്നത് the magnetic flux passing through a unit area around a point, that is magnetic flux density. So obviously there will be a question, what is a magnetic flux? Okay, അപ്പോൾ പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു, ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്, അതിന്റെ നോർത്ത് പോള് സൗത്ത് പോള്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വിൽ ബി, സോ ദർ ഇസ് സംതിങ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ജസ്റ്റ് ടു വിഷ്വലൈസ് മാഗ്നറ്റിക് ഫീൽഡ് വി ഹാവ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. Okay, so the concept is, the theory is the magnetic field line starting from the north pole and ending with the south pole. എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ അവസാനിക്കും. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി there is something called magnetic flux. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ എന്നാണ്. ഓക്കെ, ഫൈ സഫിക്സ് ബി, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒബ്വിയസ്ലി എന്തായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സർഫസ് ഇന്റഗ്രൽ ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ മാത്തമാറ്റിക്കൽ ആയി പോകും. ശരിക്കും ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കമ്പോണന്റ് ഓഫ് ഫീൽഡ് ലൈൻ നോർമൽ ടു ദ സർഫസ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ സർഫസ്, ഇപ്പൊ നമ്മുടെ സ്ലൈഡ് എടുത്തു വിചാരിക്കാം, ഈ സ്ലൈഡിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന എല്ലാ ഫീൽഡ് ലൈനിനെയും നമുക്ക് ഈ സ്ലൈഡിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ സ്ലൈഡ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ സ്ക്രീൻ, ഇറ്റ്സ് എ 2 dimensional സ്ക്രീൻ. ഈ 2 dimensional ഏരിയയുടെ അകത്തെ കൂടെ പാസ് ചെയ്യുന്ന, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന എല്ലാ ഫ്ലക്സ് ലൈനിനെയും കൂടെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ദ കമ്പോണന്റ് ഓഫ് ഫീൽഡ് ലൈൻ നോർമൽ ടു ദ സർഫസ് determines the strength of the magnetic field and it is known as the magnetic flux. ഓക്കെ, പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാഗ്നറ്റിക്, ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതായത് പെർ യൂണിറ്റ് ഏരിയ വിച്ച് ഇസ് നോൺ ആസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു പർട്ടിക്കുലർ യൂണിറ്റ്, ഒരു ചെറിയൊരു ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ എല്ലാം കളക്റ്റീവ്ലി ഇറ്റ് ഈസ് നോൺ ആസ് എ മാഗ്നറ്റിക് ഫ്ലക്സ്. അതുകൊണ്ടാണ് ഇത് സർഫസ് ഇന്റഗ്രൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അതെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലക്സ്. ഇനി the magnetic flux passing through a unit area around a point is called magnetic flux density, which is denoted by capital letter B. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് which is a famous equation which is Lorentz force equation. ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിന്റെ മാഗ്നറ്റിക് പാർട്ട് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, F is equal to Q into V cross P, where Q is the charge. അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു റെഡ് കളർ സ്മൈലി കാണിച്ചിരിക്കുന്ന ഒരു ഇമോജി. Q is the, suppose this is our Q, ഇതാണ് നമ്മുടെ ചാർജ് എന്ന് വിചാരിക്കാം, which is moving along this direction at a velocity B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, the force, the magnetic force which is equal to Q into V cross B. Q is the magnitude of the charge,
V is the velocity and B is the magnetic field, magnetic flux density. Okay, that is B. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇവിടെ എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് ആണല്ലേ, V cross B. V cross B എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടറിൽ ക്രോസ് പ്രൊഡക്റ്റ് V cross B മീൻസ് VB sin theta ആണ് V cross B എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നോക്കാം, VB sin theta ഇതാണ് നമ്മളുടെ ചാർജ്, ഈ ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. V is its velocity. Suppose this equation, according to this equation, F is equal to Q into V cross B. That is, F is equal to Q into VB sin theta. Theta എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കമ്പോണന്റിനും മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റിനും തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കളർ ലൈൻസ് ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളർ ലൈൻ ആണ് നമ്മളുടെ വെലോസിറ്റി, ആ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. Only if and only if there will be a magnetic force whenever the theta, sin theta value maximum ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ എന്തുണ്ടാവുള്ളൂ, അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, കാരണം എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q into V cross B, that is QVB sin theta. സൈൻ 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വാല്യൂ മൊത്തം 0 ആയിപ്പോവും അല്ലെ. സൈൻ 180 ആയി കഴിഞ്ഞാലും 0 ആയിപ്പോവും. Whenever sin theta is equal to 90 degree, we will get a value of magnetic field. Similarly, theta values 0യിൽ നിന്ന് 90 വരെയുള്ള വാല്യൂസിന് ചെറിയ വാല്യൂ ഓഫ് ഇത് കിട്ടും നമുക്ക്. പക്ഷെ I can say that whenever the magnetic flux or magnetic field direction is perpendicular to the direction of motion, we will get the maximum magnetic field. Okay, ഇവിടെ വേറൊരു കാര്യം കാണിക്കാം. So in the case of parallel കേസിൽ എന്തായിരിക്കും? VB sin theta sin theta എന്ന് പറയുന്നത് sin 0 അല്ലെങ്കിൽ sin 180 ആയിരിക്കും. In that case എന്ത് സംഭവിക്കും? Magnetic force will be 0. Okay, so this implies that the magnetic force on a stationary charge or a charge moving parallel to the magnetic field line is 0. If and only if the charge is moving and the motion of the charges is perpendicular to the applied magnetic field, then only we will get a magnetic force there. Okay, I hope it is clear. ഇനി ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കാര്യം പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ H. ദാറ്റ് ഈസ് ഓൾസോ റെപ്രസെന്റിങ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, വെറുതെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ല. Due to this is a picture which is explaining everything about this H. Okay, here initially this is magnetic dipoles. Initially it is in random direction. But when you are applying a current, what happened? An external field or current or an external magnetic field, what happened? This random aligned dipoles align to a particular direction. Okay, ആദ്യത്തെ പിക്ചറിൽ റാൻഡം ആയിട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ എടുക്കുന്നത്. പക്ഷെ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എല്ലാം എന്ത് സംഭവിച്ചു? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആയി. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മളൊരു എക്സ്റ്റേണലി നമ്മൾ ഒരു സപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ഒരു ഇന്റേണൽ ഫീൽഡ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ an എക്സ്റ്റേണൽ കറന്റിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ an എക്സ്റ്റേണൽ കറന്റിനെയാണ് H എന്ന് പറയുന്നത്. ആൻഡ് M is known as the magnetization. This is a famous equation. The total magnetic field or the total magnetic field density B is equal to mu 0 into H plus M, where H is the magnetic field produced by the external current, M is the magnetization, where mu 0 is equal to 4 pi into 10 raised to minus 7 Henry per meter, and that is the relative permeability. Okay, that is the relative permeability. When a magnetic field is generated by a current passing through a material, the material itself contribute to an external magnetic field. അതായത് നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അലൈൻ ചെയ്യുമ്പോൾ there will be an internal magnetic field also. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ കൊടുക്കുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾസിൽ അലൈൻ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഇന്റേണൽ ഫീൽഡും കൂടെ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദിസ് ഇക്വേഷൻ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് an external field, there is a net field inside the material. ഇവിടുത്തെ ടോട്ടൽ B എന്ന് പറയുന്നത് 0 ആയിരുന്നു. പക്ഷെ ഈ കേസിൽ
ബിക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഇതെല്ലാം ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്ത കാരണം ദർ ഇസ് എ മാഗ്നറ്റൈസേഷൻ വാല്യൂ, ഓൾസോ ദർ വിൽ ബി ആൻ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് മാഗ്നറ്റിക് എന്താണ് 4 ടൈപ്പുള്ള ഫണ്ടമെന്റൽ ഫോഴ്സസ് പറഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡ്യൂ ടു എൻ എക്സ്റ്റേണൽ കറണ്ട് എച്ച് പറഞ്ഞു. മാഗ്നറ്റൈസേഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വെരി സിമ്പിൾ ആണ്, നിങ്ങളത് എന്തായാലും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ആൻഡ് ദ കമ്മിങ് വീഡിയോസ് വിൽ ബി ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ വീഡിയോ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. താങ്ക് യു.